ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലാന്റിങ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നടാൻ പോകുന്ന പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ, നല്ല ഫ്ലവറിങ്ങോടെ നിൽക്കുന്ന ജെറിബറ ചെടികളാണ് കേട്ടോ. പുതിയതായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന ഈ ജെറിബറ ചെടികളെ എങ്ങനെയാണ് നമ്മൾ റീപോർട്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കെയറിങ് ആണ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇതാ ഞാനിവിടെ പുതിയ ചട്ടികളിൽ പോട്ട് മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പോട്ട് മിക്സിൽ വേറൊന്നുമില്ല കേട്ടോ, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണൽ, എംസാൻഡ് എന്നിവ തുല്യമായിട്ട് എടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഫംഗിസൈഡ് പൗഡർ, അതായത് സാഫാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് എടുക്കുന്നത്. അതും നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ ചേർക്കാം. തുല്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് ഈ ചെടിച്ചട്ടികളിലോട്ട് ഞാനത് നിറച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടിയിലോട്ട് നിറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 3/4 ഭാഗം മാത്രമേ നിറയാവുള്ളൂ. ആ നിറഞ്ഞു നിൽക്കുന്നിടത്തോട്ടാണ് നമ്മൾ ചെടികൾ നടുമ്പോൾ. നമ്മൾ ഇതുപോലെ ചെടികൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ജെറിബറ ചെടി ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫംഗിസൈഡ് കലക്കിയ വെള്ളം, അതായത് സാഫ് കലക്കിയ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് അതൊന്ന് മുക്കി വെക്കും കേട്ടോ. ഇതിലൊരു കിഴങ്ങുണ്ട്, ആ കിഴങ്ങ് പെട്ടെന്ന് ചീഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്ലാന്റ്സ്, അത് ഒരു ചട്ടി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 കിഴങ്ങ് വേർപെടുത്തി ഞാൻ 2 ചെടികളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫംഗിസൈഡിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് ഇതുപോലെ സാഫ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലുള്ള ഭാഗങ്ങളിൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ഇതിൻ്റെ കിഴങ്ങ് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫംഗിസൈഡ് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2-3 മിനിറ്റത്തേക്ക് അതൊന്ന് ഡ്രൈ ആവാൻ വിടണം കേട്ടോ. അതിനുശേഷം മാത്രമാണ് നമ്മളിത് പോട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ എല്ലാ വേരിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മുറിഞ്ഞു പോയ ഭാഗങ്ങളിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ചെടികളിലും ഒരുപോലെ തന്നെ ഈ ഫംഗിസൈഡ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, മുറിഞ്ഞു പോയ ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലൂടെ മണ്ണിൽ നിന്ന് വേഗം തന്നെ ഈ കിഴങ്ങ് ചീഞ്ഞു പോകാനുള്ള അവസ്ഥയുണ്ടാവുന്നു. ചെടി നശിച്ചു പോകാനായിട്ട് അധികം കാലതാമസവുമില്ല. നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ് ജെറിബറ. ഒരുപാട് പൂക്കൾ നമുക്ക് തരും കേട്ടോ. ഒരുപാട് കാലം നിൽക്കുന്ന പൂക്കൾ, പല കളറിലും പല സൈസിലുമുള്ള പൂക്കൾ നമുക്ക് ലഭിക്കും. ജെറിബറ ചെടിയിൽ നിന്നുള്ള പൂക്കൾ മാർക്കറ്റിൽ നല്ല വിലയാണ് കേട്ടോ. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഈ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നവർക്ക് ഇത് നല്ലൊരു വരുമാനം കൂടെയാണ്. പക്ഷേ ഭംഗി നോക്കി വളർത്തുന്നവർക്ക് ഇത് കാണാൻ അതിലേറെ ഭംഗിയാണ് വീട്ടുമുറ്റത്ത് നിൽക്കുന്നത്. ഇതുപോലെ മണ്ണ് നിറച്ച ചട്ടികളിൽ നന്നായിട്ട് കുഴിച്ചെടുത്തിട്ട് അതിൻ്റെ കിഴങ്ങ്, അതിൻ്റെ തണ്ട് മണ്ണിൽ ഒരുപാട് കുഴിഞ്ഞു പോവാതെ പുറമെയാണ് കേട്ടോ നട്ടു കൊടുക്കേണ്ടത്. മണ്ണിട്ട് മൂടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ കിഴങ്ങും അതിൻ്റെ തണ്ടും ഇനി വരാൻ പോകുന്ന പൂമൊട്ടുകളും അതിൻ്റെ ബഡ്സുകൾ അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരിക്കലും മണ്ണിടരുത്. ഞാനിപ്പോൾ ഒരു പ്ലാന്റ്സ് നട്ട് കാണിക്കാം. നന്നായി വേരുകളെല്ലാം മണ്ണിനടിയിൽ പോകണം. പക്ഷേ അതിൻ്റെ തണ്ടുകളും
ഇലത്തണ്ടുകളും അതിൻ്റെ ബഡ്സും എല്ലാം മണ്ണിന് പുറത്തോട്ട് നിൽക്കണം കേട്ടോ. പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള പോട്ട് മിക്സാണ് ഇതിനാവശ്യം. കണ്ടില്ലേ, ഇതുപോലെ അത് ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണെല്ലാം ഈക്വലായി അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇതുപോലെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളിയും മണ്ണും എല്ലാം ഇലകളിലോട്ടും തണ്ടിലോട്ടും ഒഴിച്ച് നന്നായി കഴുകി കൊടുക്കണം. നല്ല രീതിയിൽ ആദ്യം വെള്ളം ഒഴിച്ച് ആ വെള്ളം ഫുള്ള് വാർന്നു പോയി എന്ന് ഉറപ്പ് വരുത്തണം. ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോയതിന് ശേഷമാണ് നമ്മൾ ഫംഗിസൈഡ് മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ ചെടി പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വളരെ കെയർ ചെയ്ത് ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫംഗിസൈഡായ സാഫ് കലക്കിയ വെള്ളം ഇലയിലും തണ്ടിലും അതിൻ്റെ ചോട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഇതുപോലെ ഫംഗിസൈഡ് കലക്കിയ വെള്ളമോ ഫംഗിസൈഡ് സ്പ്രേയോ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിന് അധികം വെയിൽ ആവശ്യമില്ല. അതുപോലെ നട്ട ചെടികളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. കണ്ടില്ലേ എത്ര മനോഹരമായ പൂക്കളാണ് തരുന്നത്. ഇനി ഇതിൽ നിറയെ പൂക്കളുണ്ടാവാനുള്ള വഴികൾ എന്തൊക്കെയെന്നറിയുന്നവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കമൻറ്റിലൂടെ അത് പറഞ്ഞു തരുന്നതാണ്. ഒരുപാട് പൂക്കളുണ്ടാവും, പുതിയ പുതിയ ബഡ്സ് ഉണ്ടാവും. ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇതിൽ നല്ല പൂക്കൾ ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.